ജയിച്ചവനായി വിൺപുരി തന്നിൽ ജീവിക്കുന്നേശുപരൻ. ജയിച്ചിടാം നാം പോരിതിങ്കൽ അന്ത്യത്തോളം ധരയിൽ. ജയിച്ചിടാം നാം പോരിതിങ്കൽ അന്ത്യത്തോളം ധരയിൽ. എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം പാപികളാം നരരിൽ. നൊന്തു നൊന്തു ചങ്കുടഞ്ഞു പ്രാണൻ വെടിയുകയായി. നൊന്തു നൊന്തു ചങ്കുടഞ്ഞു പ്രാണൻ വെടിയുകയായി. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. രാത്രികാലം അല്പസമയം ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് അടിയന് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സുബോധത്തോടും ആരോഗ്യത്തോടും എഴുന്നേൽപ്പിച്ച എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പം ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ചാൽ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ കർത്താവേ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാ പൊന്നപ്പച്ചൻ്റെ ദാനമാണ്. നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ ദൈവകൃപയും സമാധാനവും സന്തോഷവും സൗഖ്യവും അടിയങ്ങൾക്ക് തന്ന് ഞങ്ങളെ പോഷിപ്പിച്ച് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിത പങ്കാളി ഏൽപ്പിക്കട്ടെ, സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, എൻ്റെ ഭാവിയെ കരുതണമേ. പഠിക്കുന്ന മക്കളെയെല്ലാം കാത്തോണേ. പ്രത്യേകിച്ച് കർത്താവെ, പരീക്ഷ എഴുതിയിട്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജയമൊരുക്കണം. പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തോണേ. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് BSc നഴ്സിങ്ങിനും എൻജിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നപ്പാ. അവരെ അനുഗ്രഹിക്കണേ, ബുദ്ധിജ്ഞാനവും കൊടുക്കണമേ കർത്താവെ. ശത്രു കാണാതെണ്ണം മറച്ചാട്ടപ്പാ. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് പ്രയത്നിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ചനവരെ കാത്തുകൊള്ളണമേ, എല്ലാ വഴികളിലും കൂടെയിരിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഇടം ഒരുക്കി മാനിക്കണമേ എന്നും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ജോലി ചെയ്യുന്ന മക്കളെയെല്ലാം അനുഗ്രഹിച്ച് സമാധാനത്തിൽ കാത്തോണേ. നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ. ജോലിയില്ലാത്ത കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ കർത്താവേ. ജോലി ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുത്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്നു. തക്കതുണയെ ഒരുക്കണം, അവരുടെ വിവാഹം നടക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണം. കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കുമാറാകണം. അപ്പാ, ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം നൽകണം. ഭവനം പണിയുന്ന മക്കളുടെ പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണം. ദൈവമായ കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം. നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുകയാ. സ്വർഗമുള്ളതുപോലെ കാണുന്നു, ഉള്ളതുപോലെ അറിയുന്നു. അവരുടെ വിഷയത്തിന്മേൽ സ്വർഗത്തിലേപ്പൻ മറുപടിയുമായി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട് കഴിയുന്ന ജീവിതങ്ങൾ, കുടുംബജീവിതത്തിൽ സ്വസ്ഥതയിൽ അനുഭവിക്കാത്ത ജീവിതങ്ങൾ, കരയുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടപ്പാ. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഓരോ മക്കളോടും ഇടപെടണമേ, സംസാരിക്കണമേ കർത്താവേ. ഈ ലഹരി പദാർത്ഥമൊക്കെ പൂർണ്ണമായും ലോകത്തിൽ നിന്ന് മാറിപ്പോകാൻ തക്കണം സ്വർഗത്തിലെ അപ്പച്ചൻ സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ. വക്രതയും കോട്ടം നിറഞ്ഞ ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വഷളത്വമായി പ്രവർത്തിച്ചു നടക്കുമ്പോൾ കർത്താവേ, ലഹരിക്ക് അടിമപ്പെട്ടവർ, ഫോണിന് അടിമപ്പെട്ടവർ, കൂട്ടുകാർക്ക് അടിമപ്പെട്ടവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, വിദ്യാഭ്യാസം പോലും പൂർത്തീകരിക്കാത്തവർ, അങ്ങനെ പല വിധത്തിൽ ഹല്ലേലൂയ മ്ലേച്ഛമായ ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടപ്പാ. അനേക തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വർഗം കാണുന്നല്ലോ കർത്താവേ. മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഈ സമയം ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ ഉപജീവന മാർഗത്തിൽ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവന മാർഗത്തെ സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ ഓരോരുത്തരെയും കാത്തോണേ കർത്താവേ. ആരുടെയും മുമ്പിൽ തലകുനിക്കാൻ അനുവദിക്കല്ലേ, ആരുടെയും മുമ്പിൽ കൈനീട്ടുവാൻ അനുവദിക്കല്ലേ. സ്വർഗമെന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം 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 കർത്താവേ. എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. ഓരോ മക്കളുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. അനാഥരെയും വിധവകളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗികളുമായ തിരുമുൻപാകെ കടന്നു വരുന്നു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. എല്ലാ രോഗികളും സൗഖ്യം കാത്തു കിടക്കുന്നവരുടെ മേൽ പൊന്നപ്പച്ചൻ്റെ അദൃശ്യമാർന്ന കരമൊന്ന് വയ്ക്കുമാറാകണം. ആശുപത്രി മുറികളിലും ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും ഡെലിവറി റൂമിലും ആയിരിക്കുന്നവർ, ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുന്നവർ, ഭവനങ്ങളിൽ കിടക്കകളിലായിരിക്കുന്നവർ, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതെ കൈകാൽക്ക് ചലനമില്ലാത്തവരുണ്ട് കർത്താവേ. അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ടപ്പാ. ആരോരും ഒരു സഹായത്തിനില്ലാതെ തനിയെ പാർക്കുന്നവരുണ്ടപ്പാ. വാർദ്ധക്യ സഹജമായ കിടക്കകളിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. സഹായത്തിനായി നിന്റെ ദൂതന്മാരെ ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ വേദനിക്കുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ. ആശുപത്രി മുറികളിലായിരിക്കുന്നവർ, ശ്വാസസംബന്ധമായ രോഗത്താൽ ക്ഷീണാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ ഒക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. മനസ്സലിയണം, കരുണ കാണിക്കണമേ. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഹല്ലേലൂയ മകനെ മടക്കി കൊടുക്കണമേ കർത്താവേ. ആശുപത്രി മുറിട്ട് ഭവനത്തിലായിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ രോഗികൾക്ക് നല്ല വൈദ്യൻ അവിടുന്ന്, രോഗം നീക്കുന്ന മരുന്ന് അങ്ങ്, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി കർത്താവേ. ഏത് രോഗികൾക്കും സൗഖ്യം ലഭിക്കുമല്ലോ. ഓരോരുത്തരെയും തൊട്ട് സുഖപ്പെടുത്തിക്കാട്ടെ. അതുപോലെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശേഷവേലകളെയും വേലക്കാരെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ച് സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പകൽക്കാലം പാപം കൂടാതെ ജീവിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. ഏതെല്ലാം വിഷയങ്ങൾ പ്രാർത്ഥിപ്പാനുണ്ടോ അവയെല്ലാം സമർപ്പിക്കുന്നു. യാത്ര പോകുന്ന മക്കളെ ഓർക്കുന്നു. പുതുവയസ്സിൽ പ്രവേശിച്ചവർക്കായി, കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു. പുതിയ നന്മയും സന്തോഷവും സമാധാനവും സൗഖ്യവും എല്ലാവർക്കും കൊടുത്ത് കാത്തോണേ കർത്താവേ. ഹല്ലേലൂയ 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 കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയണം, കൂടെയിരിക്കണം, നന്മകളാൽ നടത്തണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.